തിരുവനന്തപുരം അയിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ കേസിലെ മുഴുവൻ പ്രതികളും പോലീസ് പിടിയിൽ. അയിരൂർ സ്വദേശികളായ 2 പേരും പ്രായപൂർത്തിയാകാത്ത യുവാവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ പോക്സോ കേസ് പ്രതികളായ 3 അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. സിനിമകളിൽ കണ്ട് പരിചിതമായ കൊടും ക്രിമിനലുകളുടെ പ്രവൃത്തിക്ക് സമാനമാണ് ഈ 3 അംഗ സംഘത്തിന്റെ ചെയ്തികൾ. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് കേസിലെ മുഖ്യ പ്രതിയായ ദേവനാരായണന്റെ അയ്യൂർ വില്ലിക്കടവിലെ വീട്ടിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളിയും ബഹളവും കേട്ടത്. നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിന് പിന്നാലെ സ്ഥലത്തെത്തിയ 2 ഉദ്യോഗസ്ഥരുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കുന്നിൻ മുകളിലെ വീട്ടിലേക്ക് കയറുന്നതിനിടെ പ്രതി ബിയർ ബോട്ടിലുകൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. കൂടുതൽ ഉദ്യോഗസ്ഥരുമായി എത്താനായി ഇരുവരും സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഇവരെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ ദേവനാരായണനും 2ാം പ്രതി അഭിജിത്തും ബിയർ കുപ്പികളിൽ മണ്ണെണ്ണ നിറച്ച് സ്റ്റേഷനിലേക്ക് എറിഞ്ഞു. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ തേടി വീണ്ടും വില്ലിക്കടവിലെ വീട്ടിൽ പോലീസ് എത്തി. എന്നാൽ അപകടം മണത്ത അഭിജിത്തും പ്രായപൂർത്തിയാകാത്ത മറ്റൊരു യുവാവും വീട്ടിൽ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. മാരകായുധങ്ങളുമായി തയ്യാറായി നിന്ന ദേവനാരായണനെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ദേവനാരായണനെ പിടികൂടിയതിനു ശേഷമാണ് നടുക്കുന്ന വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. 17 വയസ്സുകാരനായ ഒരു യുവാവിനെ തലകീഴായി കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആദ്യ ദിവസം പ്രതികൾ ചെയ്തിരുന്നത്. 3 മണിക്കൂറിലധികം നടന്ന ഈ പീഡനത്തിനിടയിലുള്ള നിലവിളിയാണ് നാട്ടുകാർ കേട്ടത്. ഈ സമയം പോലീസ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് പ്രതികൾ ബിയർ കുപ്പികൾ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചത്. 17-കാരന്റെ സുഹൃത്തിന്റെ ബൈക്കിന്റെ താക്കോൽ പ്രതി ദേവനാരായണൻ വാങ്ങിയിരുന്നു. വാഹനത്തിന്റെ താക്കോൽ തിരികെ നൽകാത്തത് പ്രതിയുടെ അച്ഛനോട് പറഞ്ഞതിനുള്ള വൈരാഗ്യമാണ് കെട്ടിയിട്ട് മർദ്ദിക്കുവാനുള്ള കാരണം. പ്രതിയെ പിടികൂടുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ CPO ബിനു, ജയൻ എന്നിവർക്ക് പരിക്കേറ്റു. മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് മറ്റു 2 പ്രതികളെയും പോലീസിന് പിടികൂടാനായത്. 3 അംഗ സംഘത്തിനെതിരെ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഫോടന വസ്തു എറിഞ്ഞതിനും പോലീസുകാരെ ആക്രമിച്ചതിനും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചതിനുമായി 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാപ്പ പോക്സോ കേസുകളിലെ പ്രതികളാണ് മൂവരെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.